ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി കൊഴുക്കട്ടയാണ്. അത് അടയുടെ രൂപത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ മധുരം ഉപയോഗിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഇത്തിരി എരിവ് ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് ഉണ്ടാക്കാനായിട്ടുള്ള പൊടി എടുക്കാം. ഇത് അപ്പത്തിൻ്റെ പൊടിയാണ്. അത് ഞാനൊരു 1/4 കിലോയോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്തുകൊണ്ട് വന്ന് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. അന്നേരത്തേക്ക് നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 4 സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇതും വേപ്പിലയും കൂടി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള വാടി വരുമ്പോഴേക്കും നമുക്ക് കൊഴുക്കട്ടയുടെ മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കാം. ചൂട് ഒരുവിധം ആറിയിട്ടുണ്ട്. നമുക്കിത് കുഴച്ച് എടുക്കാം. ഫില്ലിങ് ആകുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി വയ്ക്കാം. അപ്പോൾ ഫില്ലിങ് ആകുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ഇത് വരണ്ട് പോകും. സവാള വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇത് ഇറച്ചി മസാലയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ ഗരം മസാല, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. എരിവൊക്കെ കൂടുതൽ ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എനിക്ക് എരിവ് ഇത്തിരി കുറച്ച് മതി, അതുകൊണ്ട് ഞാനെല്ലാം കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഞാൻ ഇവിടെ 2 താറാമുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ചതിലേക്ക് ഒഴിക്കുകയാണ്. താറാമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിടണം. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം.
നമുക്കിത് ഇങ്ങനെ കയ്യിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കാം. ഫോർക്ക് വെച്ചിൻ്റെ അരിക് നമുക്കിങ്ങനെ ഒന്ന് ഞെക്കി കൊടുക്കാം. അപ്പോൾ കാണാനൊക്കെ ഒരു ഭംഗി വരുന്നില്ലേ? കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നിയാൽ ഒരിത്തിരി എണ്ണ കയ്യിൽ തേച്ച് കൊടുത്താൽ മതി, പിന്നെ ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വിഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതുമാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതാ നോക്കൂ, നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ്സാണ്. സൂപ്പറായിട്ടില്ലേ? ഇത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.